കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന വൈകുന്നേരം ടൈമിൽ നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കിയെടുത്താലോ? നല്ലൊരു ബീട്രൂട്ട് മസാല ദോശ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് രാവിലെ മാത്രമല്ല വൈകുന്നേരങ്ങളിലൊക്കെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ ചായയുടെ കൂട്ടത്തിൽ കൊടുക്കുകയും ചെയ്യാം. അതുപോലെ ഇപ്പോൾ രാവിലെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഇതുപോലെ കൊടുത്തു വിടാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ട്. കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിച്ചോളൂ. നല്ല രുചിയാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ. നല്ല രുചിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചി തന്നെയാണ് കേട്ടോ. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ അറിയില്ലാത്ത അമ്മമാർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ട്രിക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പറയണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ ഉഴുന്ന് ഒന്ന് കുതിർത്തി എടുത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാനിതിപ്പോൾ രാവിലെ ടൈമിലാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ മക്കൾ വന്ന നേരത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഒരു 10 ടൈമിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ്സോളം ഉഴുന്ന് കുതിർത്തിയതും ഒരു തവി ചോറും ഒരു നുള്ള ഈസ്റ്റ് ഇല്ലെങ്കിൽ സോഡാപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അതും ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് വറുത്ത അരിപ്പൊടി, നമ്മൾ സാധാ പത്തിരിക്ക് ഇടിയപ്പത്തിന് ഒക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തത്. ഞാനിപ്പം വെള്ളം ഇട്ട് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കാണ് വറുത്ത അരിപ്പൊടി ഇടുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജാറിൽ ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് കറങ്ങാണ്ട് എളുപ്പമുണ്ടാവും കേട്ടോ. അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണേ. കണ്ടില്ല, ഏകദേശം ഒരു രാവിലെ 10 മണിയായപ്പോഴാണ് ഞാനിത് കുഴച്ച് വെച്ചത്. അപ്പം വൈകുന്നേരം ഒരു 3 മണി ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിട്ട് ചൂടാവുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ നമുക്കത് അവിടെ നിന്ന് മാവൊന്ന് സെറ്റാക്കി ഇട്ടിട്ട് ഇതിനിപ്പം മസാല തയ്യാറാക്കട്ടെ. അപ്പം മസാലയ്ക്കായിട്ട് ഞാനിപ്പം ഒരു വലിയൊരു ബീട്രൂട്ടും അതുപോലെ ഒരു 3 കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം നമുക്കൊന്ന് ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റേ കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങും ഇതുപോലെ ഇട്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ ബീട്രൂട്ട് വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ഇട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 കൂടി എടുത്തിട്ടുള്ളൂ. കുക്കറിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ എന്തെല്ലാം ഒന്ന് വാരിയിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 2-3 വിസിലടുപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാവുന്ന രീതിയിൽ തന്നെ, നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഞാനിപ്പോൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെന്ത് എടുത്തായിരുന്നു. ഒരു 3-4 വിസിലടുപ്പിച്ച് വേവിച്ചെടുത്തിട്ട് നമുക്കൊരു തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി ഉടച്ചെടുക്കണം കേട്ടോ. നമുക്ക് ആ ഒരു ദോശയുടെ ഉള്ളിലിട്ട് കൊടുക്കാനുള്ള അതിൻ്റെ മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പം ചട്ടിയിലേക്ക് ആവശ്യത്തിന് നമുക്ക് കടുക് എടുത്ത് ആദ്യം തന്നെ പൊട്ടിച്ചെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കേട്ടോ. ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ ഞാനൊരു സവാളയോളം ഇട്ട് ചെറിയ രീതിയിൽ സ്ക്വയർ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് മുറിക്കാൻ നിൽക്കണ്ട, ചെറിയ രീതിയിലൊന്ന് വഴറ്റിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പം ഞാനിപ്പോൾ ഒരു 1/2 സ്പൂണോളായിട്ട് മുളക് പൊടി ഇട്ടെടുത്തിട്ടുള്ളൂ. കാരണം പച്ചമുളക് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടി ഇടുമ്പോൾ നോക്കിയിട്ട് കൊടുക്കുക. ഇനി ഇത്തിരി മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലയുടെ ഒരു ഫ്ലേവർ കൂടി ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ രുചി തന്നെയായിരിക്കും. ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത്തിരി ഗരം മസാലപ്പൊടി, ഗ്രാമ്പൂ, ഏലക്ക, പട്ട പൊടിച്ചിട്ടുണ്ടല്ലോ, അതും കൂടിയിട്ട് ഇതും കൂടെ ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളവിടെ ഉടച്ച് വെച്ചേക്കുന്ന നമ്മുടെ ക്യാരറ്റിൻ്റെ വായിൽ തന്നെ ബീട്രൂട്ടും നമ്മുടെ കിഴങ്ങും കൂടി ഉടച്ച് വെച്ചിട്ടില്ലേ, അതും കൂടിയിട്ട് അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഗ്രേവി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട് ഇത് വെന്തതാണെന്നാലും ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഇനിയിപ്പം ഞാനിപ്പോൾ ഒരു വൈകുന്നേരം 3 മണി ടൈം ആയപ്പോൾ എടുത്തപ്പോഴത്തേക്കും ചെറിയ രീതിയിൽ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ തലേന്നൊക്കെയാണ് രാത്രിയൊക്കെ കുഴിച്ച് വയ്ക്കുന്നതെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ മാവ് പൊന്തി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് 3 മണിയായപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് തൂത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് തൂത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു നെയ്യ് റോസ്റ്റിൻ്റെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. നല്ല പപ്പടം പോലെ നല്ല മുരിഞ്ഞ് മുരാന്ന് വരുവേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാലയുടെ ഒരു സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു സൈഡിൻ്റെ ഒരു ഹാഫായിട്ട് ഇതുപോലെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിരിച്ച് മറിച്ചിടാം കേട്ടോ. ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ നല്ല രുചിയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ രുചി തന്നെയാണ് കേട്ടോ. അപ്പം മസാല ദോശയൊക്കെ കഴിക്കുന്ന ഇഷ്ടമുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ബീട്രൂട്ട് വെച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കി കഴിച്ചോട്ടോ. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല സ്നാക്കാണ് കേട്ടോ. അപ്പം ഇതുപോലെ ഉണ്ടാക്കി രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ലഞ്ച് ബോക്സിൻ്റെ കൂടെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ചെയ്യാം. വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം നമുക്ക് സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. നിങ്ങൾ പേജിൽ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്ത് ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ. ബൈ.